കുക്കുഡ് മൗണ്ടനിലെ അടുത്ത മേജർ അപ്ഡേറ്റിന്റെ വിശേഷമാണ് ഇന്നത്തേത്. ഇപ്രാവശ്യം വീടിന് പുറകിലായി ഒരു കുക്കുഡ് മൗണ്ടൻ തന്നെ അങ്ങ് ഉണ്ടാക്കാം എന്നോർത്തു. ഇതൊരു ബ്യൂട്ടിഫുൾ മൗണ്ടൻ ആക്കി എടുക്കണമെങ്കിൽ ആദ്യം നമുക്ക് വേണ്ടത് ഇമാജിനേഷനാണ്, പിന്നെ പേഷ്യൻസും ഹാർഡ് വർക്കും. സത്യത്തിൽ ഈ ഹാർഡ് വർക്കൊക്കെ ഒരു സബ്ജക്റ്റീവായ കാര്യമാണല്ലേ. നമ്മൾ അത്രയും ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന കാര്യമാണെങ്കിൽ അതൊരിക്കലും നമുക്കൊരു ഹാർഡ് വർക്ക് ആകില്ലല്ലോ അല്ലേ. പക്ഷേ ഇവിടെ വർക്കിനേക്കാൾ വലിയൊരു ചലഞ്ച് ഇവരുടെ ചോദ്യങ്ങളാണ്. മൗണ്ടൻ ഗ്രീൻ അല്ലേ, ഇതിപ്പോ ബ്രൗൺ ആണല്ലോ, ഇതുപോലെയാണോ മൗണ്ടന്റെ അകം ഇരിക്കുന്നത്, മൗണ്ടനൊക്കെ ആരാ ഉണ്ടാക്കുന്നത്? അങ്ങനെ ഉത്തരം പറയും തോറും ചോദ്യങ്ങൾ ഇങ്ങനെ ചറപറാ വന്നുകൊണ്ടിരിക്കും. സത്യത്തിൽ ഇതെല്ലാം ഇവരുടെ ക്രിട്ടിക്കൽ തിങ്കിങ്ങിന്റെ ഭാഗമാണ് കേട്ടോ. ഇങ്ങനെ ചോദിക്കാത്ത കുട്ടികളെയാണ് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ടത്. പക്ഷെ തിരക്ക് പിടിച്ച ഈ ജീവിതത്തിനിടയിൽ ഇതുപോലെ ചോദ്യങ്ങൾ വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും ദേഷ്യം വരും എന്നുള്ളത് മറ്റൊരു റിയാലിറ്റിയാണ്. ആ സമയത്ത് ദേഷ്യപ്പെടാതെ സമാധാനത്തോടെ ഇരിക്കുക എന്നത് വലിയൊരു ചലഞ്ചും തന്നെയല്ലേ. 5 പ്രാവശ്യം ദേഷ്യം വരുമ്പോൾ 2 പ്രാവശ്യമെങ്കിലും അത് പുറത്ത് കാണിക്കാതെ നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആസ് എ പാരന്റ് നമ്മൾ ഒരുപാട് ഇമ്പ്രൂവ്മെന്റ് നേടിയിട്ടുണ്ട്. കാരണം ഓരോ തവണ നമ്മൾ ദേഷ്യപ്പെടുമ്പോഴും നമ്മളോട് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവരുടെ ഇഷ്ടത്തിന്റെ ആഴം കുറഞ്ഞു വരികയാണ്. ദേഷ്യപ്പെടുന്ന മാത്രമല്ല, കേൾക്കാത്ത പോലെ ഇരിക്കുന്നതും അങ്ങോട്ട് മാറി നിന്നേ എന്നൊക്കെ പറഞ്ഞ് അവോയ്ഡ് ചെയ്യുന്നതും ഒക്കെ അവരെ വേദനിപ്പിക്കുകയും കൺഫ്യൂസ്ഡ് ആക്കുകയും ഒക്കെ ചെയ്യും അല്ലേ. ഇനിയിപ്പോൾ കയ്യിൽ നിന്ന് പോയി ദേഷ്യപ്പെട്ടാൽ പോലും അവരെ ഒന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കാനെങ്കിലും നമ്മൾ മറക്കാതിരിക്കണം. അല്ലെങ്കിലും ആ നിഷ്കളങ്കമായ മുഖത്തേക്ക് നോക്കിയാൽ ആർക്കാണ് അവരെ കെട്ടിപ്പിടിക്കാതിരിക്കാൻ സാധിക്കുക അല്ലേ.